യുവ ഡോക്ടറെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന കേസിൽ റാപ്പർ വേഡന്റെ അറസ്റ്റ് ഹൈക്കോടതി താൽക്കാലികമായി തടഞ്ഞു. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധം എങ്ങനെ ബലാത്സംഗമാകുമെന്ന് ഹൈക്കോടതി ചോദിച്ചു. ബന്ധത്തിൽ വിള്ളൽ ഉണ്ടാകുമ്പോൾ ബലാത്സംഗമായി കണക്കാക്കാനാവില്ലെന്നും കോടതി നിരീക്ഷിച്ചു. ജാമ്യഹർജിയിൽ ബുധനാഴ്ചയും വാദം തുടരും. വേടൻ സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജിയിൽ തീരുമാനമാകും വരെ അറസ്റ്റ് പാടില്ലെന്നാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ നിർദ്ദേശം. പരാതിക്കാരി വേടനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ആവർത്തിച്ചു. വിവാഹ വാഗ്ദാനം നൽകിയാണ് വേടൻ പീഡിപ്പിച്ചതെന്നും ഒരു സുപ്രഭാതത്തിലെല്ലാം ഉപേക്ഷിച്ചു പോയതായും പരാതിക്കാരി കോടതിയിൽ പറഞ്ഞു. മാനസിക നില തകരാറിലായ താൻ ഏറെക്കാലമെടുത്താണ് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വന്നതെന്നും പരാതിക്കാരി കോടതിയെ അറിയിച്ചു. വാദത്തിനിടെ കോടതി സുപ്രധാനമായ ചില ചോദ്യങ്ങളും ഉന്നയിച്ചു. പരസ്പരം സ്നേഹത്തിലായിരുന്ന സമയത്തുണ്ടായ ലൈംഗിക ബന്ധം ബലാത്സംഗ കുറ്റമാകുമോ എന്നായിരുന്നു ഹൈക്കോടതിയുടെ ചോദ്യം. വേടനെതിരെ നിരവധി മീറ്റു ആരോപണങ്ങൾ ഉണ്ടായതും സമൂഹ മാധ്യമങ്ങളിലൂടെ ക്ഷമാപണം നടത്തിയതായും പരാതിക്കാരി ചൂണ്ടിക്കാട്ടി. സമൂഹ മാധ്യമത്തിലൂടെ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരാതിക്കാരിയുടെ വാദമെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. മാധ്യമ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം കോടതിക്ക് തീരുമാനമെടുക്കാനാകില്ലെന്നും തെളിവുകൾ പരിഗണിച്ച് മാത്രമേ തീരുമാനമെടുക്കാനാകൂ എന്നും കോടതി പറഞ്ഞു. ഇൻഫ്ലുവൻസർ ആണോ അല്ലയോ എന്നതല്ല, വ്യക്തി എന്നതാണ് പ്രശ്നം. എല്ലാവരും അമർ ചിത്രകഥ വായിച്ചാണ് വളർന്നത്. പുരാണ കഥകൾ പറയേണ്ടതില്ലെന്നും ഹൈക്കോടതി വാദത്തിനിടെ പരാമർശം നടത്തി. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന ആരോപണം തെറ്റാണെന്നും ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ലെന്നുമായിരുന്നു വേടന്റെ വാദം. ജാമ്യ ഹർജിയിൽ പ്രോസിക്യൂഷന്റെ വാദം ആരംഭിച്ചിട്ടില്ല. യുവ ഡോക്ടറുടെ പീഡന പരാതിയിൽ കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയ വേടനെ പോലീസിന് പിടികൂടാനായിരുന്നില്ല. വേടനെതിരെ ലുക്കൌട്ട് നോട്ടീസും പോലീസ് പുറത്തിറക്കിയിരുന്നു. ലീഗൽ ഡെസ്ക്, ന്യൂസ് മലയാളം.